ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ കറിവേപ്പിലയുടെ നല്ലൊരു കറിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ്. കിഡിലൻ ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ കറി ഒന്നും വേണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്താലേ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഇത് വീട്ടിൽ തന്നെ നാടൻ കറിവേപ്പിലയാണ്. അത് നന്നായിട്ട് കഴുകി ഏകദേശം ഒരു 2 പിടി, നമ്മുടെ കൈപ്പിടി 2 പിടി കറിവേപ്പിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചെയ്യുന്നേക്കാളും നല്ലത് റൈസ് ബ്രാനോ അല്ലെങ്കിൽ എള്ളെണ്ണയോ അങ്ങനത്തെ എണ്ണയിലൊക്കെ ചെയ്യുന്നതായിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ജീരകം. ജീരകം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളി ചേർക്കാം. ഏകദേശം ഒരു 5-6 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കറിവേപ്പില നന്നായിട്ട് വറുത്തെടുക്കണം, എന്നാലേ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും. കറിവേപ്പില ദേ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്, കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വരും. കറിവേപ്പില ദേ ഈ ഒരു പരുവത്തിലാവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കറിവേപ്പില ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. കറിവേപ്പില നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കറിവേപ്പില ദേ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് നേരത്തെ നമ്മൾ കറിവേപ്പില വറുത്തെടുത്ത അതേ പാനാണ്. അതിലേക്ക് ഞാനൊരു കുറച്ച് എണ്ണ കൂടി ഒഴിക്കുവാണ്. എണ്ണ അല്പം കൂടുതൽ ഒഴിച്ചേക്കുക. നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാനുള്ളതാണ്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 2 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ഫുൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വെക്കുന്ന പോലത്തെ കറിവേപ്പില അല്ല കേട്ടോ, അത് കുറച്ച് കട്ടിയുള്ള ഇലയുള്ളതാണ്. ഇതല്ല, ഇത് സാധാ നാടൻ കറിവേപ്പിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാം. കറിവേപ്പിലേക്ക് പിന്നെ പ്രത്യേക ഒരു വാസന കേട്ടോ, മറ്റേ കറിവേപ്പിലേക്കാളും നല്ല വാസനയാണ് ഈ കട്ടി കുറഞ്ഞ ഇലയുള്ള കറിവേപ്പിലേക്ക്. അപ്പോൾ അതേ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ്. മുറിച്ചിട്ടൊന്നുമില്ല. ഏകദേശം ഒരു 1 കപ്പ് ചെറിയ ഉള്ളി തൊലി കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചേർക്കേണ്ടത് തക്കാളിയാണ്. നമ്മൾ 1 കപ്പ് ചെറിയ ഉള്ളിക്ക് ഞാനൊരു 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ 4 തക്കാളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. കൊച്ചുള്ളിയും തക്കാളിയൊക്കെ ചേർക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ കറിയുടെ ടേസ്റ്റ്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തൊന്ന് ഉടഞ്ഞ് കിട്ടിയാൽ ലോ ഫ്ലെയിമിലാക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് കറി മസാല ചേർത്ത് കൊടുക്കാം. അതൊരു 2 സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. നമുക്കൊരല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനകത്തൊക്കെ എണ്ണ തെളിഞ്ഞ് വരണം. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ. കുറവാണെങ്കിൽ നമുക്ക് അല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വന്നാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കറിവേപ്പില പേസ്റ്റ് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പില പേസ്റ്റ് ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സായി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നൊരു പരുവത്തിൽ നമുക്കിനി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ പിഴിഞ്ഞെടുത്തതാണ്. ഏകദേശം ഇത്രയാണ് ചേർക്കുന്നത്. പുളിവെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് വരണം. അപ്പോഴേക്കും നമ്മുടെ കറിവേപ്പില കറി റെഡിയാവും. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. പിന്നെ നമ്മളിതിലേക്ക് കറി മസാല ചേർത്തു. കറി മസാലയ്ക്ക് പകരം നമുക്ക് ഗരം മസാല ചേർക്കാം, അല്ലെങ്കിൽ മീറ്റ് മസാലയോ എന്ത് ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ തന്നെ നമ്മളൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കറിവേപ്പിലയുടെ ആ കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. കറിയിൽ ഇതേ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ കറിവേപ്പില കറി. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. നല്ല മണമാണ്. കറിവേപ്പില വെച്ച് ചെയ്തതാണെന്ന് നമുക്ക് ഒട്ടും തന്നെ ഫീൽ ചെയ്യാത്ത രീതിയിലൊരു കറിയാണ്. ചെയ്ത് നോക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.